Good afternoon, dears. How are you? Yes, this is really a good afternoon. As you can see, നല്ല ആഫ്റ്റർനൂൺ ആണ്, നല്ല വെയിലുണ്ട് ആൻഡ് നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല തെളിഞ്ഞ് നിൽപ്പുണ്ട്. ആൻഡ് ആസ് യു നോ, എനിക്ക് നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ക്ലൈമറ്റ് ആണ് എപ്പോഴും ഇഷ്ടം. നല്ല വെയിലുള്ള ദിവസങ്ങളാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമാണല്ലേ, നല്ല വെയിലുണ്ട്, നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം മെയിൻലി തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും, അതുകൊണ്ടാണ്. പിന്നെ നല്ല രസമല്ലേ, അതെ, നമ്മളെ ദേഹമൊക്കെ നനഞ്ഞ് വെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാലിൽ ചെളിയും മണ്ണും ഒക്കെ പറ്റുന്നതിനേക്കാളും എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ബൈ ദ വേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഗുഡ് ആഫ്റ്റർനൂൺ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ വി വിൽ മൂവ് ഓൺ ടു ചാപ്റ്റർ. ഓക്കെ, വാട്ട് വാസ് അവർ ചാപ്റ്റേഴ്സ് നെയിം? യെസ്, യു നോ അല്ലേ, നിങ്ങൾക്കറിയാം. മിസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, മിസ് മറന്നു പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം? ഹൂ ഡിഡ് പാട്രിക്സ് ഹോംവർക്ക് അല്ലേ? പാട്രിക്കിൻ്റെ ഹോംവർക്ക് ആരാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് അല്ലേ? ആരാണ് പാട്രിക്കിൻ്റെ ആ ഹോംവർക്ക്സ് ചെയ്യുന്നതെന്ന് വി ഹാവ് ഗോട്ടൻ ഐഡിയ, നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് പാട്രിക്കിൻ്റെ ഐഡിയ എന്ത് പറ്റി? പാട്രിക്കിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? വാട്ട് ഡിഡ് പാട്രിക് തിങ്ക്? പാട്രിക് എന്താണ് വിചാരിച്ചത്, എന്താ ആലോചിച്ചത്? പാട്രിക് തോട്ട് ദാറ്റ് ഹി ക്യാൻ മേക്ക് ദ ലിറ്റിൽ മാൻ ഡു ഹിസ് ഹോംവർക്ക്സ് അല്ലേ? ഹോംവർക്ക്സ് ഒക്കെ ഒരു ലിറ്റിൽ മാൻ വന്നിട്ടുണ്ട്, അത് ടൈനിയസ്റ്റ് മാൻ അല്ലേ? ടൈനിയസ്റ്റ് മാൻ വന്നിട്ടുണ്ട്. ടൈനിയസ്റ്റ് മാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹോംവർക്ക്സ് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. പാട്രിക് ക്യാൻ മേക്ക് ദ ടൈനിയസ്റ്റ് മാൻ ടു ഡു ഹിസ് ഹോംവർക്ക്സ്, അങ്ങനെയാണ് വിചാരിച്ചത്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? ഓക്കെ, കറക്റ്റാണ്, ടൈനിയസ്റ്റ് മാൻ ഹോംവർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് വർക്കും എടുക്കുന്നത് ആരാണ്? കംപ്ലീറ്റ് പണി എടുക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് പുവർ പാട്രിക്. പാവം പാട്രിക് ആണ് പണിയെടുക്കുന്നത്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വൈ? ബിക്കോസ് ദ ടൈനിയസ്റ്റ് മാൻ ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ഒന്നിനെ കുറിച്ചും എന്തില്ല, ഒന്നും അറിയില്ല അല്ലേ? മാത്സ് അറിയില്ല, doesn't know what is times tables എന്താണെന്ന് അറിയില്ല. അതുപോലെ ഹിസ്റ്ററി എന്താണെന്ന് ഹ്യൂമൻ ഹിസ്റ്ററി എന്താണെന്ന് അറിയില്ല അല്ലേ? ബിക്കോസ് ഫോർ ദം ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഹി ഡസൻറ്റ് നോ വാട്ട് ഇസ് ഹിസ്റ്ററി ബിക്കോസ് ഫോർ ദം ഇറ്റ് ഈസ് എ മിസ്റ്ററി അല്ലേ? ഹിസ്റ്ററിയെ കുറിച്ച് ഒന്നും അറിയില്ല. എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്? അവരെ സംബന്ധിച്ചോളം ഒരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യം ആണ്. Patrick is trying his level best to make the tiniest man do his homeworks അല്ലേ? ഈ ടൈനിയസ്റ്റ് മാനെ കൊണ്ട് ഹോംവർക്ക്സ് ചെയ്യിപ്പിക്കണമെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം. ഈ പണിയെടുക്കുന്നത് കംപ്ലീറ്റ് ആരാണ്? നമ്മുടെ പാട്രിക് ആണ്. പാട്രിക് അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ ടേബിൾസ് എന്താണ്, ഹിസ്റ്ററി എന്താണ്, എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും ബേസിക് തൊട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കണം, ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണം? ടു ദ ടൈനിയസ്റ്റ് മാൻ. ഈ ടൈനിയസ്റ്റ് മാനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടേയിരിക്കണം അല്ലേ? അന്നെങ്കിൽ പിന്നെ അവനെ തന്നെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? സോ പോവാം. Okay, anyways, we stopped till 6th passage, so we can start from 7. As a matter of fact, every day in every way that little elf was a nag. Patrick was working harder than ever, and was it a drag? He was staying up at nights, had never felt so weary, was going to school with his eyes puffed and bleary. So, as a matter of fact, every day in every way that little elf was a nag. As a matter of fact, സത്യം പറയുവാണെങ്കിൽ എന്തായിരുന്നു? എവ്രി ഡേ ഇൻ എവ്രി വേ, എല്ലാ ദിവസവും എല്ലാ രീതിയിലും, എവ്രി ഡേ എവ്രി വേ, എല്ലാ രീതിയിലും എല്ലാ ദിവസവും ദാറ്റ് ലിറ്റിൽ എൽഫ് വാസ് എ നാഗ്. ആ ലിറ്റിൽ എൽഫ് ടൈനിയസ്റ്റ് മാൻ ആണ്, ഇപ്പോൾ എൽഫായി അല്ലേ, കുട്ടിച്ചാത്തനായി അല്ലേ? പാട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈനിയസ്റ്റ് മാൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു എൽഫ് തന്നെയാണ് അല്ലേ? ഒരു ചാത്തനാണ്, ഒരു കുട്ടിച്ചാത്തനാണ്. ഹു ഓൾവേസ് മേക്സ് പ്രോബ്ലംസ് ഇൻ എവ്രി വേ എവ്രി ഡേ. എല്ലാ ദിവസവും എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആര്? ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. കുട്ടിച്ചാത്തൻ ആരായിരുന്നു? എ നാഗ്. നാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ ഹൂ അനോയ്സ്. നമ്മൾ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാം? നാഗ് എന്ന് പറയാം. നാഗ് ഒത്തിരി നമ്മളെ അനോയ് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരെയാണ് നാഗ് എന്ന് പറയാം. അപ്പോൾ പാട്രിക്കിനെ സംബന്ധിച്ചോളം ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എവ്രി ഡേ ഇൻ എവ്രി വേ ദാറ്റ് ലിറ്റിൽ എൽഫ് വാസ് എ നാഗ്. ഒരു നല്ലൊരു ദുരിതം തന്നെയായിരുന്നു അവന്.
പാട്രിക് വാസ് വർക്കിംഗ് ഹാർഡർ ദാൻ എവർ ആൻഡ് വാസ് ഇറ്റ് എ ഡ്രാഗ്. അപ്പോൾ പാട്രിക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പാട്രിക് വാസ് വർക്കിംഗ് ഹാർഡർ, എല്ലാ ദിവസത്തിനേക്കാളും ഒത്തിരി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ദാൻ എവർ ആൻഡ് വാസ് ഇറ്റ് എ ഡ്രാഗ്, അവൻ എന്തായിരുന്നു? ഭയങ്കര ഡ്രാഗ് ആയിരുന്നു. ഡ്രാഗ് എന്ന് വെച്ചാൽ ഡൂയിങ് സംതിങ് വിത്ത് ഡിഫിക്കൽട്ടി, എന്തെങ്കിലും കാര്യം ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് ഭയങ്കര മടിച്ച് ആരുടെയെങ്കിലും സപ്പോർട്ടോടുകൂടി പ്രേരണയോട് ആരെങ്കിലും തള്ളിവിട്ട് നമ്മളെ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അതൊരു ഡ്രാഗ് ആണെന്ന് പറയാം. നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. ഡ്രാഗിങ് എന്ന് വെച്ചാൽ വലിക്കുകയാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഒരാൾ ഫോഴ്സ് ചെയ്തൊരു കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭയങ്കര ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതിനാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നാഗും ഡ്രാഗും അവിടെ റൈം ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പാട്രിക് വാസ് വർക്കിംഗ് ഹാർഡർ ദാൻ എവർ ആൻഡ് വാസ് ഇറ്റ് എ ഡ്രാഗ്. അപ്പോൾ അവനിങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഹി വാസ് വർക്കിംഗ് ഹാർഡ്. He was staying up nights, had never felt so weary, was going to school with his eyes puffed and bleary. He was staying up nights. അപ്പോൾ എന്താ, രാത്രിയൊക്കെ ഇവൻ ഉണർന്നിരിക്കുവാണ്, സ്റ്റേയിങ് അപ്പ്. കാരണം എന്താ, ഈ എൽഫിനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇവനെല്ലാം പഠിക്കണം അല്ലേ. ഫസ്റ്റ് തൊട്ട് ബേസിക് തൊട്ട് ഇവൻ പഠിച്ചാലേ ഉള്ളൂ എൽഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഹി വാസ് സ്റ്റേയിങ് അപ്പ് നൈറ്റ്സ്. അവൻ രാത്രി എല്ലാം ഉണർന്നിരിക്കുമായിരുന്നു. ഹാഡ് നെവർ ഫെൽറ്റ് സോ വിയറി. അപ്പോൾ ഇതുവരെ അവൻ എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും വിയർനെസ് എന്ന് പറഞ്ഞാൽ ടയേർഡ്നെസ് ആണ്, ടയേർഡ്, ക്ഷീണിതനാവുക. അപ്പോൾ ഇത്രയും നാളിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല, അവൻ ഇത്രയും ടയേർഡ് ആയിട്ടില്ല. ഹി ഹാഡ് നെവർ ഫെൽറ്റ് സോ വിയറി. അപ്പോൾ രാത്രി ഒന്നും ഉറക്കമില്ല, രാത്രിയൊക്കെ ഉണർന്നിരുന്ന അവൻ പഠിക്കുകയാണ്. സോ ഹി ഫെൽറ്റ് വെരി വിയറി, അവൻ ഭയങ്കര ടയേർഡായിരുന്നു. വാസ് ഗോയിങ് ടു സ്കൂൾ വിത്ത് ഹിസ് ഐസ് പഫ്ഡ് ആൻഡ് ബ്ലിയറി. നമ്മൾ ഒരു ദിവസം ഉറക്കം മുളച്ചിരുന്നാൽ എന്ത് പറ്റും? നമുക്ക് ഉറക്കം മുളച്ചിരുന്നാൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ കണ്ണിങ്ങനെ വീർത്തിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ചോദിക്കും? ഇന്ന് ഉറങ്ങിയില്ലേ, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ അല്ലേ, അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫേസിൽ, നമ്മുടെ ഐസിൽ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഉറക്കത്തിൻ്റെ കുറവ്, ലാക്ക് ഓഫ് സ്ലീപ്പ്. നമുക്ക് എവിടെ അറിയാൻ പറ്റും? കറക്റ്റായിട്ട് നമ്മുടെ കണ്ണുകളിൽ അറിയാൻ പറ്റും. നന്നായിട്ട് ഉറങ്ങി നല്ല ഫ്രഷ് ആയിട്ട് എണീക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ നല്ല തുറന്ന് നല്ല വിടർന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും. നമ്മൾ ഉറക്കം രാത്രി ശരിയായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് നമ്മുടെ കണ്ണ് എന്ത് വീർത്തിരിക്കും അല്ലേ. കണ്ണിൻ്റെ ഈ പോളയൊക്കെ എന്ത് ചെയ്യും? വീർത്തിരിക്കും. വാസ് ഗോയിങ് ടു സ്കൂൾ വിത്ത് ഹിസ് ഐസ് പഫ്ഡ് ആൻഡ് ബ്ലിയറി. ബ്ലിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ടയേർഡ്നെസ് ആണ്, ഭയങ്കര ക്ഷീണിതനായിട്ടാണ് അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. വൈ? ബിക്കോസ് ഹി ഹാഡ് ടു വേക്ക് അപ്പ് അറ്റ് നൈറ്റ്സ്. അവന് ഉണർന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ്റെ കണ്ണുകളൊക്കെ പഫ് ചെയ്ത് ബ്ലിയറി ആയിട്ട് ഇരുന്നത്. ഫൈനലി ദ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അറൈവ്ഡ് ആൻഡ് ദ എൽഫ് വാസ് ഫ്രീ ടു ഗോ. അപ്പോൾ എത്ര ഡേയ്സ് ആയിരുന്നു ഹോംവർക്ക് ചെയ്യാൻ? എന്താ പറയുക, എത്ര ഡേയ്സ് ആണ് പാട്രിക് പറഞ്ഞത്? എത്ര ഡേയ്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പാട്രിക് പറഞ്ഞത് ആ ലിറ്റിൽ എൽഫിനോട്? 35 ഡേയ്സ് ആണ് അല്ലേ, എൻഡ് ഓഫ് ദിസ് സെമസ്റ്റർ. ഈ സെമസ്റ്റർ തീരുന്നവരെ ഇനി 35 ദിവസം കൂടെ ഉള്ളൂ. ഈ 35 ദിവസം എൻ്റെ ഹോംവർക്ക് ഒന്ന് ചെയ്താൽ മതി എന്നാണ് ആര് പറഞ്ഞത്? പാട്രിക് പറഞ്ഞത്. 35 ഡേയ്സ് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്താൽ മതി എന്നാണ് ആര് പറഞ്ഞത്? പാട്രിക് പറഞ്ഞത്. അപ്പോൾ 35 ഡേയ്സ് ആയിട്ടോ. ഫൈനലി ദ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അറൈവ്ഡ് ആൻഡ് ദ എൽഫ് വാസ് ഫ്രീ ടു ഗോ. അങ്ങനെ ലാസ്റ്റ് ഡേ വന്നു, എത്തിച്ചേർന്നു. ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിലെ അവസാനത്തെ ദിവസമാണ്. ആൻഡ് എൽഫ് വാസ് ഫ്രീ ടു ഗോ. അന്നത്തെ ദിവസം എൽഫിന് എന്ത് ചെയ്യാൻ പറ്റും? ഹി വാസ് ഫ്രീ ടു ഗോ. അവന് പോകാൻ അവൻ സ്വതന്ത്രനായി. ആസ് ഫോർ ഹോംവർക്ക് ദർ വാസ് നോ മോർ, സോ ഹി ക്വയറ്റ്ലി ആൻഡ് സ്ലൈലി സ്ലിപ്ഡ് ഔട്ട് ദ ബാക്ക് ഡോർ. അപ്പോൾ ആസ് ഫോർ ഹോംവർക്ക് ദർ വാസ് നോ മോർ. ഇനി എന്തില്ല? ഹോംവർക്ക്സ് ഇല്ല. ലാസ്റ്റ് ഡേ ആണ്, അതിന് ഇനി ഹോംവർക്ക്സ് ഉണ്ടോ? ഇല്ല. ദർ വാസ് നോ ഹോംവർക്ക്സ് അറ്റ് ഓൾ. അതുകൊണ്ട് എന്ത് ചെയ്തു? സോ ഹി ക്വയറ്റ്ലി ആൻഡ് സ്ലൈലി സ്ലിപ്ഡ് ഔട്ട് ദ ബാക്ക് ഡോർ. അവൻ എന്ത് ചെയ്തു? ബാക്ക് ഡോറിൽ കൂടെ, പുറകിലെ ഡോറിൽ കൂടെ പതുക്കെ ശാന്തമായിട്ട് സ്ലൈലി ഇങ്ങനെ സ്ലോലി എന്ത് ചെയ്തു? സ്ലിപ്പ് ചെയ്ത് തെന്നി ഇറങ്ങി ബാക്കിലെ ഡോറിലോട്ട് പോയി. അവൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവൻ പറഞ്ഞ ഡ്യൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, അവൻ ചെയ്തിട്ടുണ്ട്. ഹി ഹാഡ് ഡൺ ഹിസ് വർക്ക്. പാട്രിക് ഗോട്ട് ഹിസ് A's. His classmates were amazed. His teachers smiled and were full of praise. And his parents, they wondered what had happened to Patrick. He was now the model kid. Cleaned his room, did his chores, was cheerful, never rude, like he had developed a whole new attitude. Patrick got his A's. അപ്പോൾ പാട്രിക് പറഞ്ഞു, എന്ത് പറഞ്ഞിരുന്നു?
ചൈനീസ് മാനോട് പറഞ്ഞിരുന്നു, നീ നിൻ്റെ ഹോംവർക്ക്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഐ മേ ഈവൻ ഗെറ്റ് എ ഗ്രേഡ്സ്, എനിക്ക് എ ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എൽഫ് ഹോംവർക്ക്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാട്രിക്. അതുകൊണ്ട് എന്ത് ചെയ്തു, പാട്രിക്കിന് എന്ത് കിട്ടി? ഹി ഗോട്ട് ഹിസ് എ ഗ്രേഡ് എല്ലാം കിട്ടി. ഹിസ് ക്ലാസ്മേറ്റ്സ് വർ അമേസ്ഡ്. അപ്പോൾ ഇത്രയും നാൾ ഹോംവർക്ക് ചെയ്യാണ്ട് ഇരുന്ന ആളാണല്ലേ, അപ്പോൾ ക്ലാസ്മേറ്റ്സ് എല്ലാം ഭയങ്കര അമേസ്ഡ്, ഞെട്ടിപ്പോയി. ഹിസ് ടീച്ചേഴ്സ് സ്മൈൽഡ് ആൻഡ് ഫുൾ ഓഫ് പ്രൈസ്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷം ചെയ്തേ. സ്മൈൽഡ് ആൻഡ് ഫുൾ ഓഫ് പ്രൈസ്. അവൻ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവൻ ജയിക്കും എന്ന് നമുക്കറിയായിരുന്നു, ഇവൻ എ ഗ്രേഡ് കിട്ടും നമുക്ക് ഉറപ്പായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് പറയും അല്ലേ, അത് ടീച്ചേഴ്സിൻ്റെ ഇതാണ്, അതുകൊണ്ട് ടീച്ചേഴ്സ് പറയും. അപ്പോൾ അങ്ങനെ അവരങ്ങ് പ്രൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസോ, ദേ വണ്ടേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു പാട്രിക്. അവരിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമായിരുന്നു. ഇതെന്താ ഇവന് സംഭവിച്ചതെന്ന് അവരാലോചിക്കുമായിരുന്നു. കാരണം എന്താണ്, അവരിതുവരെ കണ്ടിട്ടില്ല, അവൻ ഹോംവർക്ക് ചെയ്യുന്നതൊന്നും അവർ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ കുറച്ച് ജസ്റ്റ് 35 ഡേയ്സിനുള്ളിൽ ഇവന് വന്ന ചേഞ്ചും അതേപോലെ എ ഗ്രേഡ് കിട്ടിയതുമാണ് ഇതിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പാരൻസ് ഇത്ര അമേസ്ഡ് ആയി പോയത്. ദേ വണ്ടേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ടു പാട്രിക്. പാട്രിക്കിന് എന്താ സംഭവിച്ചതെന്ന് അവരൊരു കിളി പോയ രീതിയിലായിരുന്നു പാരൻസ്. ഹി വാസ് നൗ ദ മോഡൽ കിഡ്. ഇപ്പോൾ പാട്രിക് ആരാണ്, സ്കൂളിലെ ഹോംവർക്ക് പോലും ചെയ്യാതിരുന്ന ബോയ് ആണ്. ഇപ്പോൾ പാട്രിക് ആരാണ്, ഹി വാസ് എ മോഡൽ കിഡ്. സ്കൂളിലെ ഏറ്റവും പെർഫെക്റ്റ് കിഡായിരുന്നു പാട്രിക്. നമുക്ക് ഉണ്ടല്ലേ സ്റ്റാർസ് ഓഫ് ദ മന്ത് ഉണ്ട്. നമ്മളെല്ലാ മേഖലകളും നോക്കിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താക്കും, നമ്മുടെ സ്റ്റുഡൻസിനെ എന്താക്കും, സ്റ്റാർ ആക്കും, ആ മന്തിലെ സ്റ്റാർ ആക്കും. അതേപോലെ ആ സ്കൂളിൽ തന്നെ ഏറ്റവും മോഡൽ കിഡായിട്ട് ആര് മാറി, പാട്രിക് മാറി. ക്ലീൻഡ് ഹിസ് റൂം. പിന്നെ പാട്രിക് എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി, ക്ലീൻഡ് ഹിസ് റൂം, ഡിഡ് ഹിസ് ചോർസ്, വാസ് ചിയർഫുൾ, നെവർ റൂഡ്, ലൈക്ക് ഹി ഹാഡ് ഡെവലപ്ഡ് എ ഹോൾ ന്യൂ ആറ്റിറ്റ്യൂഡ്. അവനൊരു പുതിയ മനുഷ്യനായി തീർന്നു. പുതിയൊരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്തു, അവൻ ഡെവലപ്പ് ചെയ്തു. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഭാവമാണ്, പുതിയൊരു മനോഭാവം, എല്ലാത്തിനോടും പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം അവൻ ക്രിയേറ്റ് ചെയ്തു. അപ്പം എന്തൊക്കെ ചെയ്തു, റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി, അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ചിയർഫുൾ ആയിരുന്നു, ഭയങ്കര എപ്പോഴും ഹാപ്പി ആയിരുന്നു. നെവർ റൂഡ്. പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ആരോടും റൂഡായിട്ട് പെരുമാറിയിട്ടില്ല, ആരോടും മോശം രീതിയിൽ പെരുമാറിയിട്ടില്ല. ലൈക്ക് ഹി ഹാഡ് ഡെവലപ്ഡ് എ ഹോൾ ന്യൂ ആറ്റിറ്റ്യൂഡ്. ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്തു, അവൻ ഡെവലപ്പ് ചെയ്ത് എടുത്തു. ഒരു പുതിയൊരു കുട്ടിയായിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ പാട്രിക് പുറത്തേക്ക് വന്നത്. യു സീ ഇൻ ദ എൻഡ് Patrick still thought he had made that tiny man do all his homework. But I will share a secret. Just between you and me, it wasn't the elf. Patrick had done it himself. Okay, അപ്പോൾ എന്താണ് you see, അപ്പോൾ ഈ ഓതർ നമ്മുടെ അടുത്ത് പറയുവാണ്, you see in the end Patrick still thought he would made that tiny man do all his homework. അപ്പോൾ ഓതർ പറയുവാണ്, നിങ്ങൾ നോക്കിക്കേ, പാട്രിക് ഇപ്പോഴും വിചാരിക്കുന്ന എന്താണ്, സ്റ്റിൽ തോട്ട്, അവൻ ഇപ്പോഴും വിചാരിക്കുന്ന എന്താണ്, അവൻ ആ ചൈനീസ് മാനെ കൊണ്ട് ഹോംവർക്ക്സ് ഒക്കെ ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് അവൻ ജയിച്ചു എന്നാണ് ആര് വിചാരിക്കുന്നത്, പാട്രിക് ഇപ്പോഴും വിചാരിക്കുന്നത്. ബട്ട് ഐ വിൽ ഷെയർ എ സീക്രട്ട്. ഞാനൊരു സീക്രട്ട് ഷെയർ ചെയ്യാം, ഞാൻ നിങ്ങളുടെ അടുത്തൊരു സീക്രട്ട് പറയാം. ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ. നിങ്ങൾ ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ഇറ്റ് വാസ് ഇൻ ദ എൽഫ്. അത് എൽഫൊന്നും അല്ലായിരുന്നു. ആരായിരുന്നു, പാട്രിക് ഹാഡ് ഡൺ ഇറ്റ് ഹിംസെൽഫ്. ആര് തന്നെ ഹോംവർക്ക്സ് ഒക്കെ ചെയ്തത്, പാട്രിക് തന്നെയാണ് ചെയ്തത്. പക്ഷെ പാട്രിക് ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, അവൻ ആ ചൈനീസ് മാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഇൻഫാക്ട് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ആര് തന്നെയാണ് ചെയ്തത്, പാട്രിക് തന്നെയാണ് ചെയ്തത്. അവനല്ലേ കഷ്ടപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഈ ചൈനീസ് മാൻ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വെറുതെ അവൻ്റെ ബുക്കിലോട്ട് എഴുതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ ആരാണ്, പാട്രിക് ആണ്. അപ്പോൾ ആരാണ് റിയലി ഹോംവർക്ക് ചെയ്തത്, പാട്രിക് തന്നെയാണ്. ഇറ്റ് ഈസ് പാട്രിക് ഹിംസെൽഫ്. ഓക്കെ, ദാറ്റ്സ് ആ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 times കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് TP അതുപോലുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു എൻജോയ് ദ ലെസൺ. We will see in the next class. Thank you.